ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും കടലയാണ്. കടല തലേദിവസം തന്നെ വെള്ളത്തിലിട്ട് വെച്ചായിരുന്നു. രാവിലെ ആയപ്പത്തിന് നല്ലപോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും 3-4 വെളുത്തുള്ളി അരിഞ്ഞതും ഒരു വലിയ സവാള അരിഞ്ഞും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിപ്പൊടിയും മീറ്റ് മസാലയും ഗരം മസാലയും ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും കൂടി ഒഴിച്ച് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒരു 5 വിസിലടിക്കാനായിട്ട് നമുക്ക് അടുപ്പിലേക്ക് വെക്കാം. ഈ സമയം കൊണ്ട് പുട്ടിനുള്ള പൊടി ഒന്ന് നനച്ചെടുക്കാം. പുട്ടുപൊടി എടുത്തു, അതിനകത്തേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തു, കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല പോലെ നനച്ചെടുക്കാം. ഞാൻ കുറച്ച് അധികമായിട്ട് നനച്ച് വെക്കും. ഒരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കും. അതിനുശേഷം കൈകൊണ്ട് നല്ല പോലെ ഒന്നും കൂടി ഉടച്ചു കൊടുക്കും. അപ്പോൾ പൊടി നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഇങ്ങനെ പുട്ടുണ്ടാക്കുമ്പോൾ നല്ല സോഫ്റ്റ് പുട്ട് കിട്ടും കേട്ടോ. പുട്ടുപൊടി ഇനി മാറ്റി വെക്കാം. ഇനി നമുക്ക് കടലക്കറിയിലേക്ക് കടുക് പൊട്ടിച്ചിടണം. അതിനായിട്ട് ഒരു പാൻ അടുപ്പയിലേക്ക് വെക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായി വരുന്ന സമയത്ത് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം ഒരു 2-3 ചെറിയുള്ളി ചെറുതായി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നല്ലപോലെ മൂപ്പിച്ചെടുക്കാം. ഈ സമയം തന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സവോളയെ വഴറ്റിയെടുത്താൽ മതിയായിരുന്നു. ഞാൻ ചില സമയത്ത് കടുക് പൊട്ടിക്കുന്ന കൂട്ടത്തിൽ വഴറ്റിയെടുക്കും, അല്ലാത്ത സമയത്ത് നേരിട്ട് ഇടുകയാണ് ചെയ്യുക. ഇനി ഇതിനകത്തേക്ക് കുറച്ച് മീറ്റ് മസാലയും കൂടി ഇട്ട് നല്ലപോലെ മൂപ്പിച്ച് തയ്യാറാക്കി വെച്ചേക്കുന്ന കടലക്കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. 5 വിസിലടിച്ചെങ്കിലും കടല നല്ലപോലെ വെന്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഒരു 5 വിസിലും കൂടി അടിക്കാൻ വേണ്ടി വെച്ചു. ഈ സമയം കൊണ്ട് പുട്ട് തയ്യാറായിട്ടുണ്ട്. 5 വിസിലും കൂടി അടിച്ചപ്പോഴത്തേനും കടല നല്ല പോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ചൂട് പുട്ടും കടലക്കറിയും റെഡിയായി. എന്താ നിങ്ങളുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്? കമൻറ്റ് ചെയ്യണേ.